ഹായ് ഗൈസ്, വൈത്തിരിൽ നിന്നും 1 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ള റിസോർട്ടിലോട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ എല്ലാ വണ്ടികളും ഒരുപോലെ എത്തുമെന്നുള്ളതാണ് ഈ റിസോർട്ടിൻ്റെ പ്രധാന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. റിസോർട്ടിൻ്റെ അകത്തേക്ക് കയറിയാൽ നമ്മൾ നേരെ എത്തുന്നത് റിസപ്ഷനിലേക്കാണ്. അവിടെ തന്നെയാണ് നമ്മുടെ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള ഇടവും. വിശാലമായ ഒരു പാർക്കിംഗ് ഏരിയ തന്നെ ഉണ്ട് ഇവിടെ. ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. വില്ലകളെല്ലാം കിടക്കുന്നത് ഹൈറ്റ് കൂടിയ ഇടങ്ങളിലാണ്. പാർക്കിംഗ് ഏരിയയുടെ തൊട്ടടുത്തുള്ള താഴോട്ടുള്ള വഴിയിലൂടെ നടന്നാൽ കിഡ്സിനുള്ള ആക്ടിവിറ്റി ഏരിയയിലോട്ട് നമുക്ക് എത്താം. കിഡ്സിനായി വിശാലമായ ഒരു ആക്ടിവിറ്റി ഏരിയ തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. 2 സ്വിങ്സും ടയർ ക്ലൈമ്പിങ്ങും സീസോയും സ്ലൈഡും. ഇവിടെ തന്നെ ഒരു ലവ് ഷേപ്പിലുള്ള ഫോട്ടോ പോയിന്റും വരുന്നുണ്ട്. അവിടെ നിന്ന് നേരെ മുകളിലോട്ട് കയറിയാൽ ക്യാരംസിലൂടെ കളിക്കാനുള്ള ഏരിയയുണ്ട്. കിഡ്സിൻ്റെ ആക്ടിവിറ്റി ഏരിയയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഡൈനിങ് ഏരിയയും വരുന്നത്. അറ്റ് എ ടൈം ഏകദേശം 35ഓളം പേർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു ഡൈനിങ് ഏരിയ തന്നെ ഇവിടെ ഉണ്ട്. ഡൈനിങ് ഹാളിൽ നിന്നും ഇറങ്ങി നേരെ താഴോട്ട് നടന്നാൽ നമ്മളെത്തുന്നത് നേരെ സ്വിമ്മിംഗ് പൂളിലോട്ടാണ്. വലിയൊരു പൂള് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇറങ്ങാൻ പറ്റുന്ന ഒരു പൂള് തന്നെയാണ്. കുട്ടികൾക്കായി സജ്ജീകരിച്ച പൂളിൻ്റെ ഒരു ഭാഗം തന്നെയുണ്ട്. പൂളിൻ്റെ സമയം വരുന്നത് രാത്രി 10 മണി വരെയാണ്. പൂളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സ്റ്റേജും വരുന്നത്. അതിൻ്റെ അടുത്ത് തന്നെയാണ് ക്യാമ്പ് ഫയറിനുള്ള ഏരിയയും ഗ്രില്ല് ചെയ്യാനുള്ള ഏരിയയും വരുന്നത്. ഗ്രില്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ചാർക്കോൾ കൊണ്ടുവരേണ്ടതായിട്ട് വരുന്നുണ്ട്. സ്റ്റേജിൻ്റെ അവിടെ നിന്നും നേരെ മുകളിലോട്ടുള്ള വഴിയിലൂടെ നടന്നാൽ നമുക്ക് നേരെ 2 BH വില്ലയിലേക്ക് എത്താം. റൂമിൻ്റെ അകത്തേക്ക് കയറിയാൽ നമ്മൾ നേരെ എത്തുന്നത് ഹോളിലോട്ടാണ്. ഹോളിൻ്റെ അകത്ത് 4 ചെയറും ഒരു ടേബിളും കെറ്റിലും ഫിൽറ്റർ വാട്ടറും വരുന്നുണ്ട്. ഹോളിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് റൂം വരുന്നത്. ബെഡിൻ്റെ 2 സൈഡിലായിട്ട് ചാർജിങ് പ്ലഗ് വരുന്നുണ്ട്. റൂമെല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. റൂമിൽ ഒരു AC-യും TV-യും ഫാനും വരുന്നുണ്ട്. ചെറിയൊരു അലമാരയും കൂടെ റൂമിൽ വരുന്നുണ്ട്. എല്ലാ റൂംസിലും അറ്റാച്ച്ഡ് ബാത്റൂംസാണ് വരുന്നത്. ബാത്റൂംസ് എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് വരുന്നത്. എല്ലാ ബാത്റൂമിലും ഹോട്ട് വാട്ടർ ഫെസിലിറ്റി കൂടെ വരുന്നുണ്ട്. ഈ കാണുന്നതാണ് ഈ വില്ലയിലെ അടുത്ത റൂം. അവിടെയും റൂമെല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അവിടെയും AC വരുന്നുണ്ട്, TV വരുന്നുണ്ട്, ചെറിയൊരു അലമാരയും ഫാനും വരുന്നുണ്ട്. ഇവിടെയും അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്നത്. ബാത്റൂമെല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഹോട്ട് വാട്ടർ ഫെസിലിറ്റി ഇവിടെയും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പേസും ബാത്റൂമിന് വരുന്നുണ്ട്. റൂമിൽ നിന്നും പുറത്തിറങ്ങിയാൽ കാണാൻ പറ്റുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു ടർഫ് കാണാൻ പറ്റുന്നുണ്ട്. ഡബിൾ റൂം വില്ലയുടെ അടുത്ത് തന്നെയാണ് സിംഗിൾ റൂം വില്ലയും വരുന്നത്. സിംഗിൾ റൂം വില്ല വരുന്നത് റിസോർട്ടിലേക്ക് കയറുന്ന വഴി ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ്. വില്ലയിലേക്ക് കയറുമ്പോൾ നേരെ ഒരു പാസേജാണ് വരുന്നത്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് റൂം വരുന്നത്. റൂമെല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഒരു AC വരുന്നുണ്ട്, ഫാൻ വരുന്നുണ്ട്. ബെഡിൻ്റെ അടുത്ത് തന്നെ 2 പ്ലഗ് പോയിൻറ്റും വരുന്നുണ്ട്. റൂമിൽ ഒരു TV-യും ചെറിയ അലമാരയും ഒരു ടേബിളും ഒരു കെറ്റിലും ഒരു ചെയറും വരുന്നുണ്ട്. റൂമിൻ്റെ കർട്ടൻ നീക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാഴ്ച ഇങ്ങനെയാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബാത്റൂമാണ് ഈ സിംഗിൾ റൂം വില്ലയിലും ഉള്ളത്. സിംഗിൾ വില്ലയിൽ നിന്നും ഇറങ്ങി ഈ വഴിയിലൂടെ പോകുമ്പോൾ 2 BHൻ്റെ 4 കോട്ടേജസ് ആണ് നമ്മൾ കാണുന്നത്. അവിടെ നിന്നും ഇറങ്ങിയാൽ നമുക്ക് പൂൾ വില്ലയിലേക്ക് എത്താം. തികച്ചും പ്രൈവസി കിട്ടുന്ന രീതിയിലാണ് പൂൾ വില്ല സജ്ജീകരിച്ചിട്ടുള്ളത്. പൂൾ വില്ലയുടെ അകത്തേക്ക് കയറുമ്പോൾ നമ്മൾ നേരെ എത്തുന്നത് ഹോളിലോട്ടാണ്. ഹോളിൽ ഒരു ടേബിളും ചെയറും കെറ്റിലുമുണ്ട്. നല്ല വൃത്തിയുള്ള ഒരു ബഡ്ജറ്റ് പൂൾ വില്ലയാണ് ഇത്. റൂമിൻ്റെ അകത്തേക്ക് കയറിയാൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അകത്ത് AC-യും ഫാനും ഒരു ടേബിളും ചെയറും ഉണ്ട്. ബെഡിൻ്റെ തൊട്ടടുത്ത് തന്നെ 2 പ്ലഗ് പോയിൻറ്റ്സ് വരുന്നുണ്ട്. റൂമിൽ നിന്ന് നേരെ പുറത്തോട്ട് നോക്കിയാൽ നമുക്ക് പ്രൈവറ്റ് പൂളും കാണാൻ പറ്റുന്നുണ്ട്. റൂമിലെല്ലാം അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇതാണ് റൂമിലെ വിൻഡോയിലൂടെയുള്ള കാഴ്ച. റൂമിൻ്റെ സൈഡിലുള്ള ഈ ചെറിയ ഡോറിലൂടെ പ്രവേശിച്ച് പൂളിൻ്റെ കാഴ്ചകൾ കാണാം.
ഈ പൂൾ വില്ലയിലുള്ള ഗസ്റ്റിന് മാത്രം ആക്സസ് ഉള്ള ഒരു വ്യൂ പോയിൻ്റാണ് ഈ കാണുന്നത്. ഇത്രയൊക്കെയാണ് ഈ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശേഷങ്ങൾ. ഇതെല്ലാം നമ്മൾ നേരിട്ട് വെരിഫൈ ചെയ്തതാണ്. ഒരുപക്ഷെ പിൽക്കാലത്ത് ഇതിലെല്ലാം ചെറിയ മാറ്റങ്ങൾ വന്നേക്കാം. മാക്സിമം അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ലഭിക്കാനായി നമ്മുടെ ബുക്കിംഗ് എക്സ്പേർട്ടുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു പ്രോപ്പർട്ടിയുടെ വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.